എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പനി. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എപ്പോഴും ബിലോ 37°C അതായത് 36 to 37 ആയിരിക്കും ഒരു നോർമൽ കണ്ടീഷൻ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏജ്, ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് ബിറ്റ്വീൻ 36 and 37 ഇസ് ഓക്കെ. 37ൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മൈൽഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മൈൽഡ് ഫീവർ എന്നുള്ള കണ്ടീഷനിൽ വരും. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് അബൌട്ട് ബിലോ 37 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് വെൽനസ്. ഒരു 11 ഹെർബ്സിൻ്റെ ഒരു ഫോമുലയാണിത്. 37°C മുകളിലേക്ക് പോയാൽ പനി എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നു. എന്താണ് പനി? ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ആവശ്യത്തിലും അധികമായി കൂടുന്ന അവസ്ഥയാണ് പനിയായിട്ട് വരുന്നത്. 99.5, 100 എന്നൊക്കെ പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കുന്നതാണ്. അത് കൂടി വരുന്ന അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം പല റീസൺസ് കൊണ്ട് നമുക്ക് പനി വരാം. പലതരം ഇൻഫെക്ഷൻസ് കൊണ്ട് പനി വരാം, ഇൻഫ്ലമേഷൻ കൊണ്ട് പനി വരാം, ഇഞ്ചുറി വരുമ്പോൾ പനി വരാം, മലേറിയ ആവാം, ടൈഫോയിഡ് ആവാം, ജോണ്ടിസ് ആവാം, അങ്ങനെ പല റീസൺസ് കൊണ്ട് പനി വരാം. പനി കുറയുന്നത് എങ്ങനെയാണ്? ശരീരത്തിലെ ടെമ്പറേച്ചർ കുറയുക, അതായത് തണുക്കുമ്പോൾ വിയർപ്പിലൂടെയാണ് ശരീരത്തിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് വെള്ളവും കുറേ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മളെല്ലാവരും പനി വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിൽ പല രീതിയിലുള്ള മെഡിസിൻസ് ഇതിനുണ്ട്. തന്നെ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഒന്നും കൂടെ വീക്ക് ആക്കാറുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയ്ക്കാറുണ്ട്, ലിവറിനെ ഡാമേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മളിവിടെ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എലമെൻറ്റ്സ് വെൽനസിൻ്റെ ബിലോ 37 എന്ന് പറഞ്ഞാൽ 100% നാച്ചുറൽ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ആണ് ഫോർ ടെമ്പറേച്ചർ ഓഫ് ഫീവർ. ഇതൊരു ഐഡിയൽ റെമഡിയാണ് ഫോർ കോൾഡ്, കഫ്, ഇൻഫ്ലുവൻസ. ഈ കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ശരീരത്തിനെ ഒന്ന് തണുക്കാനായിട്ട് സഹായിക്കുന്നു. വേർത്ത് തണുക്കാനായിട്ട് ശരീരത്തിലെ ചൂടിനെ പുറത്ത് കളഞ്ഞുകൊണ്ടിട്ട് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണതാണ്. വളരെ കെയർഫുള്ളായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന കുറച്ച് ഹെർബ്സാണ് ഇതിനകത്തുള്ളത്. 100% നാച്ചുറലാണ്. ഈ ഹെർബ്സ് ശരീരത്തിൻ്റെ ഈ പനിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരിക എന്നുള്ള മാത്രമല്ല, നമ്മുടെ ലിവറിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതുള്ളത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെർബ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കാലമേഘ, അതായത് നിലവേപ്പ്. ഇത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്, ലിവറിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് കിരിയാത്ത്. അത് ഫീവർ, പനി മാനേജ് ചെയ്യാനായിട്ട്, ടോക്സിൻസ് പുറത്തേക്ക് കളയാൻ, അതായത് വേസ്റ്റ് പുറന്തള്ളാനായിട്ട് ആൻറ്റി വൈറലാണ്. അടുത്ത ഹെർബ്സുകളാണ് തുളസി, ബിൽവ, ഗുഡുച്ചി. ബിൽവ എന്ന് പറയുന്ന കൂവളാണ്. ഈ ഒരു വണ്ടർഫുൾ കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ആണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ളൊരു സപ്ലിമെൻ്റ് ആയിട്ട് മാറ്റുന്നത്. കൂടാതെ നെല്ലിക്ക ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന 2 ഔഷധങ്ങളാണ് കിരിയാത്തും നിലവേപ്പും. എലമെൻറ്റ്സ് വെൽനസിൻ്റെ ബിലോ 37 നേരിട്ട് ആക്ട് ചെയ്യണത് TRCയിലാണ്, തെർമോ റെഗുലേറ്ററി സെൻറ്റർ. ഇതാണ് ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഹെർബ്സ് TRCയിലേക്കാണ് നേരിട്ട് ആക്ട് ചെയ്യണത്. ടോക്സിൻസ് പുറന്തള്ളാനും, വൈറൽ ഇൻഫെക്ഷൻസിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനും, ഇമ്മ്യൂണിറ്റി കൂട്ടാനും എല്ലാത്തിനും ഒരേപോലെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണത്. എങ്ങനെ ഇത് നോർമൽ മെഡിസിൻസിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസമുള്ളതാവണമെന്ന് വെച്ചാൽ, നോർമൽ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓർഗാൻ ഡാമേജ് ഉണ്ടാവാറുണ്ട്, ലിവർ, കിഡ്നി, സ്റ്റമക്ക്, അതേപോലെ വേറെ പല ഓർഗാൻസിനും ഡാമേജ് ഉണ്ടാവാറുണ്ട്. ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ സിന്തറ്റിക് കെമിക്കൽസ് ആണ്. എലമെൻറ്റ് വെൽനസിൻ്റെ ബിലോ 37 നാച്ചുറലി ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നു. വളരെ സേഫാണ്. ഓരോ ഓർഗാൻസിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടി കൂട്ടാനായിട്ട് സഹായിക്കും. 100% നാച്ചുറലാണ്. ഫോക്കസ് ചെയ്യണത് ഹോൾ ബോഡി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിനെ ഫോക്കസ് ചെയ്യണം. ആർക്കൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ 8 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു സിംറ്റം കണ്ടു തുടങ്ങുമ്പോൾ, ഒരു പനിയുടെ തുടക്കമോ, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു തുമ്മലോ, അല്ലെങ്കിൽ ഒരു തൊണ്ടയിലൊരു കിരികിരി, ഒരു മഴ നനഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് മാറണു, ഇങ്ങനെ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴോ, അപ്പോൾ നമ്മളൊരു ക്ലൈമറ്റ് മാറി യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പ്രിക്കോഷനായിട്ട് നേരത്തെ കഴിക്കാവുന്നതാണ്. ഒരു 5 ദിവസത്തെ ഡോസായിട്ട് നമുക്ക് കഴിക്കാം. പനിയുടെ സിംറ്റംസ് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം 3 എണ്ണം കഴിക്കാം. രാവിലെ, ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാം. പിന്നത്തെ 2 ദിവസം, അതായത് 5 ദിവസത്തെ ഡോസിൽ പിന്നത്തെ 2 ദിവസത്തിൽ 2 ഗുളിക കഴിക്കാം. അതായത് രാവിലെയും വൈകുന്നേരം ഓരോന്ന് കഴിക്കാം. എല്ലാം ആഫ്റ്റർ മീലാണ്, ഭക്ഷണത്തിന് ശേഷം കഴിക്കാവൂ. കുട്ടികൾക്ക് ഇത് ക്യാപ്സ്യൂൾ മെഴുകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നിട്ട് അതിലെ പൊടി തേനിൽ ചാലിച്ച് കഴിക്കാവുന്നതാണ്. കിരിയാത്തുള്ള കാരണം കയ്പുണ്ടാവാം, അതുകൊണ്ട് അത് തേനിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുക്കും. ആദ്യത്തെ 3 ദിവസം 3 നേരം കഴിച്ചതിന് ശേഷം പനി യാതൊരു രീതിയിലും കുറഞ്ഞില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കാരണം പല ടൈപ്പ് ഓഫ് പനികളുണ്ടെന്ന് നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ അത് സാധാരണ നമ്മുടെ ഒരു പനിയുടെ കണ്ടീഷനിലല്ലാണ്ട് വേറെ ഏതെങ്കിലും സിറ്റുവേഷനാണ്, വല്ല മലേറിയോ, ജോണ്ടിസോ, ടൈഫോയിഡോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ബിലോ 37 നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സൂക്ഷിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്.
ബിലോ 37ൻ്റെ കൂടെ ഡെയിലി ഡീറ്റോക്സും കൂടി ഒരു കോമ്പിനേഷനായിട്ട് കഴിച്ചാൽ പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു മഴ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മഴ അല്ലെങ്കിൽ നമ്മുടെ ഒരു യാത്ര പോണ സമയത്ത് ഒരു കോൾഡ് ക്ലൈമറ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രിക്കോഷനായിട്ട് നമുക്ക് നേരത്തെ ഒരു പ്രിവെൻഷനായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കഫ്നിൽ അക്കമ്പനി ചെയ്യാം ചുമയുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ കവചപ്രാശം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ വീടുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാവേണ്ട ഒരു പ്രൊഡക്റ്റാണ് ബിലോ 37ഉം കഫ്നിലും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഇൻഫോർമേറ്റീവ് just share with your friends. For more product related videos, subscribe my channel and stay tuned for the next video with another product. Thank you.